കോൺഗ്രസ് മുഖ്യമന്ത്രിയാരെന്ന ചോദ്യം സംസ്ഥാനത്ത് മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഐക്യകണ്ഠേന ഒരു നേതാവിനെ മുന്നോട്ട് വയ്ക്കാനാവാഞ്ഞതോടെ കസേരയ്ക്കായി ചേരിതിരിഞ്ഞ പോരാട്ടത്തിനും കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിനിടെ മുഖ്യമന്ത്രി ചർച്ചയിൽ കേരളത്തിലെ നിയുക്ത MLA-മാരും MP-മാരും മുതിർന്ന നേതാക്കളുമായും സംസാരിച്ച AICC നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്തുന്ന AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും സംസ്ഥാനത്തെ സാഹചര്യം ഇരുവരെയും ധരിപ്പിക്കുമെന്നാണ് വിവരം. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പോരും മുറുകുന്നതിനിടെ MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ ഉറപ്പാക്കാൻ VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ പക്ഷങ്ങൾ രംഗത്തുണ്ട്. ഭൂരിഭാഗം MLA-മാരുടെയും പിന്തുണയുണ്ടെന്നാണ് KC പക്ഷത്തിൻ്റെ അവകാശവാദം. ഘടകകക്ഷികളുടെ നിലപാട് സതീശന് ബലമാകുമ്പോൾ 20-ലേറെ MLA-മാരുടെ ഭൂരിപക്ഷം രമേശ് ചെന്നിത്തല പക്ഷവും അവകാശപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഇനി ഹൈക്കമാൻഡിൻ്റെ തീരുമാനം നിർണായകമാകും. അഭിപ്രായ ശേഖരണത്തിനും ശേഷം അടങ്ങിയ AICC നിരീക്ഷകരുടെ കയ്യിലുണ്ടായിരുന്ന രേഖകളുടെ ചിത്രം ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ കൂടാതെ സന്ദീപ് G വാര്യർ, സജീവ് ജോസഫ്, TO മോഹനൻ, ഉഷ വിജയൻ തുടങ്ങിയവരും വേണുഗോപാലിനെ പിന്തുണച്ചുവെന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ചിത്രങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും തനിക്ക് അനുകൂലമായ ജനവികാരം ഹൈക്കമാൻഡിന് ബോധ്യപ്പെടുന്നുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് VD സതീശൻ പക്ഷം. ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ നേതാവിന് പിന്തുണ കൂടുന്നത് സ്വാഭാവികമാണെന്നും എന്നാൽ തെരഞ്ഞെടുപ്പ് വെറും സാങ്കേതികം ആകരുതെന്നും ഘടകകക്ഷി പിന്തുണയും പരിഗണിക്കണമെന്നും VD സതീശൻ പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം സീനിയോറിറ്റി പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് RCയുടെ പക്ഷം. അന്തിമ തീരുമാനത്തിനായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ശനിയാഴ്ചയോടെ ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ പോരിൽ പാർട്ടിയെ വലിച്ചിഴയ്ക്കുന്നത് അനാവശ്യമാണെന്ന വികാരമാണ് ലീഗിനുള്ളത്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ടെന്ന മാത്യു കുഴൽനാടൻ്റെ പ്രസ്താവനയിൽ നേതാക്കൾ കടുത്ത അതൃപ്തിയിലാണ്. മുന്നണി രാഷ്ട്രീയം എന്നത് ഒറ്റക്കക്ഷി തീരുമാനമല്ലെന്നും മധ്യപ്രദേശിലെ അനുഭവം കോൺഗ്രസ് ഓർക്കണമെന്നും KMCC നേതാവ് പുത്തൂർ റഹ്മാൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുമുണ്ട്.